അപ്പോൾ നമ്മളിന്ന് ടു സം എന്ന് പറഞ്ഞിട്ടുള്ള പ്രോബ്ലമാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഇതിൻ്റെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഗിവൻ ആൻ അറേ ഓഫ് ഇൻറ്റീജേഴ്സ് നംസ് ആൻഡ് ഇൻ ഇൻറ്റീജർ ടാർഗറ്റ് റിട്ടേൺ ദ ഇൻഡീസസ് ഐ ആൻഡ് ജെ സച്ച് ദാറ്റ് നംസ് ഓഫ് ഐ പ്ലസ് നംസ് ഓഫ് ജെ ഈക്വൽ ടു ടാർഗറ്റ് ആൻഡ് ഐ നോട്ട് ഈക്വൽ ടു ജെ. അതായത് സംഭവം ഇത്രേ ഉള്ളൂ. അതായത് നമുക്കൊരു നംസ് എന്നിട്ടുള്ളൊരു അറേ തന്നിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന പോലെ നംസ് പറഞ്ഞിട്ടുള്ള ഒരു അറേ വന്നിട്ടുണ്ടാവും. ഈ ഒരു അറേയിൽ എന്തുണ്ട്, ഇൻറ്റീജേഴ്സ് ഉണ്ട്. 4, 3, 6, 5, 6 പറഞ്ഞിട്ടുള്ള ഇൻറ്റീജേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു ടാർഗറ്റ് വന്നിട്ടുണ്ടാവും. ടാർഗറ്റ് പറഞ്ഞാൽ 7 നംസ് വന്നിട്ടുണ്ടാവും. ഇത് നംസാണ്, ഇത് ടാർഗറ്റാണ്. ഈ നംസും ടാർഗറ്റും നമുക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻഡീസസ് റിട്ടേൺ ചെയ്യണം. നമ്പറല്ല, ഇൻഡീസസ്. ഇൻഡീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 0, 1, 2, 3 ഇതുപോലത്തെ ഇൻഡീസസ് ആണ് നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത്. ഇതിൻ്റെ ഇൻഡീസസ് എങ്ങനത്തെ ഇൻഡീസസ് സച്ച് ദാറ്റ് നംസ് ഓഫ് ഐ പ്ലസ് നംസ് ഓഫ് ജെ ഈക്വൽ ടു ടാർഗറ്റ്. അതായത് ഇതിലത്തെ ഏതെങ്കിലും രണ്ട് നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ 3ഉം 4ഉം കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, 3ഉം 4ഉം കൂട്ടിക്കഴിഞ്ഞാൽ 7 കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഇൻഡീസസ് ഈ 0ഉം 1ഉം നമ്മൾ റിട്ടേൺ ചെയ്യണം. അപ്പോൾ റിട്ടേൺ ചെയ്യുമ്പോൾ 0ഉം 1ഉം നമ്മൾ റിട്ടേൺ ചെയ്യണം. 0ഉം 1ഉം നമ്മൾ റിട്ടേൺ ചെയ്യണം. അപ്പോൾ അതാണ് അതിലത്തെ കണ്ടീഷൻ. പിന്നെ വേറെ കണ്ടീഷൻ പറഞ്ഞാൽ ഐ നോട്ട് ഈക്വൽ ചെയ്യുക, അതൊന്നുമില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം നമ്പറിന് റിട്ടേൺ ചെയ്യരുത്. ഇപ്പോൾ 6 ആയിരുന്നു എന്ന് വിചാരിച്ചോ, 6 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, വേണമെങ്കിൽ 3 + 3 × 6 എന്ന് എഴുതാം. പക്ഷേ അങ്ങനെ സെയിം നമ്പർ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഐ നോട്ട് ഈക്വൽ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഇവിടെ 0 ആണ്, ജെയും ഇവിടെ 0 ആവണ ഒരു കണ്ടീഷൻ വരാൻ പാടില്ല. സെയിം നമ്പർ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല, അത്രേ ഉള്ളൂ. അതായത് ഇതിൽ രണ്ട് വ്യത്യസ്ത നമ്പറുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ടാർഗറ്റായിട്ടുള്ള 7ലേക്ക് എത്തണം. ടാർഗറ്റായിട്ടുള്ള 7ലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ രണ്ട് വ്യത്യസ്ത നമ്പറുകളുടെ ഇൻഡീസസ് നമ്മൾ റിട്ടേൺ ചെയ്യും. 1, 0, 1, 2, 3 ഇതാണ് ഈ രണ്ട് നമ്പറാണ്. അപ്പോൾ ഈ രണ്ട് നമ്പർ നമ്മൾ റിട്ടേൺ ചെയ്യും. പിന്നെ വേറെ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, യു മേ അസ്യൂം ദാറ്റ് എവറി ഇൻപുട്ട് ഹാസ് എക്സാക്ട്ലി 1 പെയർ ഓഫ് ഇൻഡീസസ് ഐ ആൻഡ് ജെ ദാറ്റ് സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ. അതായത് ഏത് ഇവർ തരുന്ന ഇൻപുട്ടിലാണെങ്കിലും അതായത് ആകെ ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരൊറ്റ പെയർ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ രണ്ട് പെയർ കൂട്ടിക്കഴിഞ്ഞാൽ, ആ രണ്ട് പെയറിലുള്ള ആ രണ്ട് എലമെൻറ്റ്സ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 7 എന്ന നമ്പർ കിട്ടും. അങ്ങനെ എല്ലാത്തിലും ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒന്നിൽ കൂടുതൽ ഉണ്ടാവില്ല. അപ്പോൾ ഇതിലിപ്പോൾ 3ഉം 4ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 3ഉം 4ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 7 കിട്ടും. പക്ഷേ വേറെ ഒരു നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഇതിലത്തെ ഏത് രണ്ട് നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 7 കിട്ടും. ആ ഒരൊറ്റ പെയർ ഇതിലുള്ളൂ. അതുപോലത്തെ എന്താണ് പറയുക, അറേസ് ആവും ഇവർ തരിക നമുക്കിത്. എന്താണ് പറയുക, ഇൻപുട്ടായിട്ട് തരിക, ടെസ്റ്റ് കേസസ് ആയിട്ട് അവർ തരിക. പിന്നെ റിട്ടേൺ ദ ആൻസർ വിത്ത് സ്മോളസ്റ്റ് ഇൻഡെക്സ് 1. അതായത് ഇപ്പോൾ നമുക്ക് 0ഉം 1ഉം ഉണ്ട്. അപ്പോൾ നമ്മൾ 1ഉം 0 ആയിട്ട് റിട്ടേൺ ചെയ്യരുത്. പക്ഷേ സംഭവം 4ഉം 3ഉം കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടും, 3ഉം 4ഉം കൂട്ടിക്കഴിഞ്ഞാലും കിട്ടും. രണ്ടാം കൊണ്ട് തിരിച്ചിട്ട് നമുക്കൊന്നുമില്ല. പക്ഷേ റിട്ടേൺ ചെയ്യുമ്പോൾ എപ്പോൾ എന്ത് ചെയ്യണം, സ്മോളസ്റ്റ് ഇൻഡെക്സ് ആദ്യം റിട്ടേൺ ചെയ്യുന്ന രീതിയിൽ വരണം. അതായത് 0, 1 വരണം, 1, 0 എന്ന് വരരുത്. അങ്ങനെ ഇത് വന്നു കഴിഞ്ഞാൽ അത് തെറ്റാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഇനി ഇതിൻ്റെ സൊല്യൂഷനിൽ കിടക്കാം, എങ്ങനെ ഇത് സോൾവ് ചെയ്യാം. ഇതിൻ്റെ വ്യത്യസ്ത രീതികളുണ്ട്. നമുക്ക് ആദ്യം എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ ആദ്യം നമുക്ക് ഇതിൻ്റെ ബ്രൂട്ട് ഫോഴ്സ് സൊല്യൂഷൻ നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ബ്രൂട്ട് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് അറിയാം, ഓക്കെ, രണ്ടെണ്ണം ഉണ്ടല്ലോ. അപ്പോൾ അത് കണ്ടുപിടിക്കില്ല നമ്മളത് ലക്ഷ്യം. അപ്പോൾ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് മൊത്തം റൺ ചെയ്യാം. മൊത്തം ഇപ്പോൾ ഇങ്ങനത്തെ ഒരു അറ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ കാണുന്ന പോലത്തെ ഒരു അറ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഐ ഈക്വൽ ടു 2 ആക്കും, ജെ ഈക്വൽ ടു 7 ആക്കും. നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ പറയാം. അപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടുവെക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് ഈക്വൽ ആണോ നോക്കും. ഈക്വൽ ആണെങ്കിൽ അല്ല, ഇത് ഈക്വൽ ആണെന്നല്ല, ഈ രണ്ട് നമ്പർ എടുത്തിട്ട് ടാർഗറ്റിനായിട്ട് ഈക്വൽ ആണോ നോക്കും. ഇത് രണ്ട് പ്ലസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 + 7 9 ആണ്. 9 ഈക്വൽ ടു ടാർഗറ്റാണ്, യെസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഐൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഇപ്പോൾ 0 എടുക്കുന്നുണ്ടാവും. അത് 0, 1, 2, 3 ഇവിടെ ഉണ്ട്, ഇൻഡെക്സ് ഉണ്ട്. ഇവിടെ 0, 1, 2, 3 ഇൻഡെക്സ് ഉണ്ട്. അപ്പോൾ ഐ എടുക്കണത് എവിടെയാണ്, ഐ ഇപ്പോൾ 0 ആണ് എടുക്കുന്നത്. ജെ ഇപ്പോൾ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ലാണ് എടുക്കുന്നത്. ജെ 1ലാണ് എടുക്കുന്നത്. ജെ 1ലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഐ ഈക്വൽ ടു അതായത് നംസ് ഓഫ് ഐ, ഇത് നംസാണ്. നംസ് ഓഫ് ഐ, നംസിലുള്ള ഐത്ത് വാല്യൂ 0, ആ 0ലുള്ള വാല്യൂ 2 ആണ്. 2 പ്ലസ് നംസ് ഓഫ് ജെ, നംസ് ഓഫ് ജെ. അപ്പോൾ നംസ് ഓഫ് ജെയിൽ എടുക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. നംസ് ഓഫ് 1 ഫസ്റ്റ് വാല്യൂ അത് 7 ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 0th വാല്യൂ 2ഉം
ഈ ഫസ്റ്റ് വാല്യൂ 7 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 9 കിട്ടും. അപ്പോൾ 9 ഈക്വൽ ടു വരും. അത് ഇങ്ങനെ നമ്മൾ ചെക്കിങ് വരാം. നംസ് ഓഫ് ഐ പ്ലസ് നംസ് ഓഫ് ജെ ഈക്വൽ ടു ടാർഗറ്റ്. അങ്ങനെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്യും ഈ ഐയും ജെയും. നമുക്ക് ഈ നമ്പറല്ല വേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിട്ടേൺ ചെയ്യേണ്ടത് ഇതിൻ്റെ ഇൻഡീസസ് ആണ്. നമ്മൾ ഐയും ജെയും റിട്ടേൺ ചെയ്യണം. എന്തായിട്ട് റിട്ടേൺ ചെയ്യണം? ലിസ്റ്റായിട്ട് റിട്ടേൺ ചെയ്യണം. അപ്പോൾ നമ്മൾ ലിസ്റ്റായിട്ട് റിട്ടേൺ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരിക. അപ്പോൾ ഇതിപ്പോൾ 7 ഇവിടെ കിട്ടുകയാണ്. നേരെ മറിച്ച് 7 ഇപ്പോൾ ഇവിടെ ആയിരുന്നു എന്ന് വിചാരിച്ചോ. നമ്മൾ 7 ഇവിടെ ആയിരുന്നു എന്ന് വിചാരിച്ചോ. ജസ്റ്റ് ഒരു ഇത് കാണിക്കുക, ഡ്രൈ റൺ കാണിക്കുക. അപ്പോൾ ഇവിടെ 15ഉം ഇവിടെ 7ഉം ആയിരുന്നു എന്ന് വിചാരിച്ചോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഡ്രൈ റൺ നോക്കുകയാണെങ്കിൽ 2+15 എന്താ വരിക? 2+17 വരിക. അപ്പം നമുക്കറിയാം ഓക്കെ ഇതല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇത് പിന്നെ മൂവ് ചെയ്യും. ജെ പിന്നെ മൂവ് ചെയ്യും. ജെ 1ൽ നിന്ന് 2 ആയി. ജെ ഇവിടെ എത്തി. ജെ ഇവിടെ നോക്കുമ്പോൾ 11+2 എന്തല്ല? ഇത് രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് ടാർഗറ്റ് കിട്ടണില്ല. 11+2 9 അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇതാക്കും 2 3 ആക്കും. ഇപ്പോൾ നെക്സ്റ്റിലേക്ക് പോയി. ഇപ്പോൾ 2+7 അപ്പോൾ എന്തല്ല? 2+7 2+7 ആണ്. 2+7 എന്ന് പറയുമ്പോൾ ടാർഗറ്റാണ്. അപ്പോൾ 2+7 ടാർഗറ്റാണ് 9. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്? നമുക്ക് ടാർഗറ്റ് കിട്ടി. ഇത് നേരത്തെ പറഞ്ഞ പോലെ റിട്ടേൺ ചെയ്യും. ഇതിൻ്റെ ഇൻഡിസസ് 0ഉം 3ഉം റിട്ടേൺ ചെയ്യും. അപ്പോൾ അത് വർക്കാവും. ഇപ്പോൾ 2 ഇവിടെ അല്ല 3 ആയിരുന്നു എന്ന് വിചാരിച്ചാൽ അപ്പോൾ ഐ എന്ത് ചെയ്യും? നെസ്റ്റഡ് ലൂപ്പിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഐ ആണ് ഔട്ടർ ലൂപ്പ്, ജെ ആണ് ഇന്നർ ലൂപ്പ്. അപ്പോൾ ജെ ഇത് മൊത്തം ട്രാവേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മൊത്തം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഐ നെക്സ്റ്റ് എലമെൻറ്റിലേക്ക് പോകും. ഇപ്പോൾ ഇവിടെ 2 ആയിരുന്നെങ്കിൽ 2+7 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടിപ്പോകും. അപ്പോൾ അത് നെസ്റ്റഡ് ലൂപ്പ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം. ജസ്റ്റ് ഇതിൻ്റെ കോഡ് പോലെ നമുക്ക് നോക്കാം. ഇതിൻ്റെ കോഡ് വരിക പറഞ്ഞാൽ എങ്ങനെയാവും? അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഔട്ടർ ലൂപ്പ് 0 to നംസ് സൈസ്. അതായത് ഔട്ടർ ലൂപ്പ് 0 മുതൽ ഈ ഒരു എന്താണ് എത്ര നമ്പർ ഉണ്ടോ അത്രയും മൊത്തത്തിൽ അത് ട്രാവേഴ്സ് ചെയ്യും. ഇന്നർ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 1 മുതൽ, കാരണം 0 മുതൽ തുടങ്ങി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ വിഷയം വരും. അതായത് സെയിം എലമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യലാവും. സെയിം എലമെൻറ്റ് യൂസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് എലമെൻറ്റ് മുതൽ എടുക്കണം. അങ്ങനെ നെക്സ്റ്റ് എലമെൻറ്റ് മുതൽ എടുത്തിട്ട് നേരത്തെ പറഞ്ഞ സെയിം കണ്ടീഷൻ ഐയും ജെയും കൂടി ടാർഗറ്റിനായിട്ട് ഈക്വൽ ആണോ നോക്കും. ഈക്വൽ ആണെങ്കിൽ റിട്ടേൺ ചെയ്യും. ഈക്വൽ ആണെങ്കിൽ അതിന് ഇൻഡെക്സസ് റിട്ടേൺ ചെയ്യും. ആ നമ്പറല്ല റിട്ടേൺ ചെയ്യുക, ഈ ഇൻഡെക്സസ് ആണ് റിട്ടേൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അതായത് ഒന്നുമില്ലെങ്കിൽ അങ്ങനത്തെ കണ്ടീഷൻ ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് ആ ഫംഗ്ഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് ഒരു എംപ്റ്റി ലിസ്റ്റ് റിട്ടേൺ ചെയ്യും. ഒന്നുമില്ലെങ്കിൽ. പക്ഷേ അങ്ങനെ ഒരു കേസ് വരില്ല എന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജസ്റ്റ് ആ ഫംഗ്ഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ലിസ്റ്റ് റിട്ടേൺ ചെയ്യും. ഇതിന് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം കോംപ്ലക്സിറ്റി വരിക, നമ്മൾ 2 ലൂപ്പ് റൺ ചെയ്യുന്നുണ്ട് നെക്സ്റ്റഡ് ലൂപ്പായിട്ട്. അതായത് ഒരു ലൂപ്പ് ഔട്ടർ ലൂപ്പും വേറൊന്ന് ഇന്നർ ലൂപ്പും. ഔട്ടർ ലൂപ്പ് ഇവിടുന്ന് ഇവിടെ റൺ ചെയ്യും. ഇന്നർ ലൂപ്പ് ഇവിടുന്ന് ഇവിടെ റൺ ചെയ്യും. 2 n ടൈംസ് റൺ ചെയ്യും. അപ്പോൾ n തന്നെ വരാം. അപ്പോൾ n² ആവും വരാം. ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം കോംപ്ലക്സിറ്റി ഓഫ് n² ആവും വരിക. സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ സ്പേസ് ഒന്നും യൂസ് ചെയ്യണില്ല. നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് പോകണം മാത്രമേ ഉള്ളൂ. സ്പേസ് കോംപ്ലക്സിറ്റി ഓഫ് 1 ആവും വരാം. അടുത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി, ഇപ്പോൾ n² എന്നാൽ വലിയ ഒരു ടൈം കോംപ്ലക്സിറ്റിയാണ്. അപ്പോൾ നമുക്ക് അതിന് ഒന്നുകൂടി ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സോർട്ടിങ് യൂസ് ചെയ്യാം. അതായത് നമുക്ക് എന്ത് ചെയ്യുക? ഇത് സോർട്ട് ചെയ്യാം. സോർട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 പോയിൻ്റർ അപ്രോച്ച് യൂസ് ചെയ്യാൻ പറ്റും. 2 പോയിൻ്റർ അപ്രോച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ സോർട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം ഇപ്പോൾ മനസ്സിലാക്കി വെക്കുക. അതായത് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 പോയിൻ്റർ അപ്രോച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് വന്നിട്ടുണ്ട്. അത് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവുക? അത് ഇങ്ങനെ വരും. അതായത് അതിലത്തെ ചെറിയ നമ്പേഴ്സ് ആദ്യവും വലിയ നമ്പേഴ്സ് അവസാനമായിട്ട് കൊടുക്കും. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഇൻറ്റ്യൂഷൻ പറയാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിങ്ങനെ എടുക്കണം. 2 7 15 11 എന്ന് എടുക്കുന്ന സാധനത്തിന് നമ്മൾ ഇങ്ങനെ ആക്കി. അതായത് 15 11 എന്നുള്ളത് നമ്മൾ സോർട്ട് ചെയ്യുമ്പോൾ 11 15, അതായത് ചെറിയ നമ്പർ മുതൽ വലിയ നമ്പറായി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒരു തോട്ട് പ്രോസസ് പറയട്ടെ. നമ്മൾ ആദ്യം നോക്കുകയാണ് ith എലമെൻറ്റും jth എലമെൻറ്റും ഈക്വൽ ആണോ? 2 7 15 ഈക്വൽ ആണോ? അല്ല ഈക്വൽ ആണോന്നല്ല, ഈ 2 17 കൂട്ടിക്കഴിഞ്ഞാൽ
2ഉം 15ഉം കൂട്ടി കഴിഞ്ഞാൽ നമ്മൾ ടാർഗറ്റിൻ്റെ അവിടെ എത്തുന്നുണ്ടോ നോക്കും. 2ഉം 17ഉം കൂട്ടി കഴിഞ്ഞാൽ എത്രയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. 2 + 7 അല്ല 2 + 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 17ആണ്. 17 9-നായിട്ടും വലുതാണോ ചെറുതാണോ? 9-നായിട്ടും വലുതാണ്. അപ്പോൾ 17 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9-നെക്കാട്ടിയും വലുതാണ്. 9-നെക്കാട്ടിയും വലുതാണ് നമുക്ക് എന്ത് മനസ്സിലായി? അതായത് ഇനി ഈ ഒരു ഐ ഇങ്ങോട്ട് കയറി പോയി കഴിഞ്ഞാൽ കൂടുകയേ ചെയ്യുള്ളൂ. കാരണം ഇത് സോർട്ടഡ് ആണ്. അപ്പോൾ ഈ ഐ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 7 ആവും. 7 2-നായിട്ട് വലുതാണ്. പിന്നെയും കൂടി കഴിഞ്ഞാൽ 11 പിന്നെയും കൂടി കഴിഞ്ഞാൽ 15 അതിങ്ങനെ കൂടി വരുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറഞ്ഞാൽ വലിയൊരു നമ്പറാണ്. ഈ നമ്പർ നമ്മൾ കുറക്കുകയാണ് വേണ്ടി കൂട്ടുകയാണ് ചെയ്യേണ്ടത്. നമ്മളിനി കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ 9-ൻ്റെ അടുത്ത് എത്തുള്ളൂ. അതായത് 17 നമ്മൾ കുറച്ച് 16 15 അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് 9-ൻ്റെ അടുത്ത് എത്തുള്ളൂ. അതായത് കുറക്കുകയാണ് വേണ്ടത്. അപ്പോൾ കുറക്കണമെങ്കിൽ നമ്മൾ ജെ ഇങ്ങോട്ടാക്കുക വേണ്ടത്, ഐ ഇങ്ങോട്ടാക്കുക വേണ്ടത്. ഐ ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ 7 ആവും 11 ആവും. അപ്പോൾ പിന്നെയും ഇപ്പോൾ 7 ആയി കഴിഞ്ഞാൽ 7 + 15 പറഞ്ഞു കഴിഞ്ഞാൽ 7 + 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു നമ്പറായി. അതായത് 22 ആയി. അപ്പോൾ അത്രയും വലിയ നമ്പറായി. ഇപ്പോൾ കൂടെ ചെയ്തത് പിന്നെ വലുതായി വരിക. കാരണം വെച്ചാൽ ഇത് ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ അത് ജെ ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ 11 + 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 ആയി. അപ്പോൾ കുറച്ചുകൂടി 9-നോട് അടുത്തെത്തി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 9-നെക്കാട്ടിയും വലുതാവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് ഇങ്ങോട്ടാക്കും. അതായത് ജെ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. അപ്പോൾ ജെ ഇങ്ങോട്ട് വരും. എന്നിട്ട് പിന്നെ നമ്മൾ നോക്കും 2 + 11 എത്രയാണ്? 2 + 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 + 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 + 11 = 13 വരും. അപ്പോൾ 13 എന്താണ്? ഈ ഒരു ഇതിനാട്ടിയും 9-നെക്കാട്ടിയും വലുതാണ്. പിന്നെ വലുതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? സിമ്പിളായിട്ട്, കാരണം നമ്മൾ ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൂടെ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് തന്നെ പോകും. ജെ ഇങ്ങോട്ട് തന്നെ ആക്കും. അപ്പോൾ ഇതങ്ങോട്ട് കുറഞ്ഞ് എന്നിട്ട് നമ്മൾ പിന്നെ നോക്കുകയാണ് 2 + 7 എത്രയാണ്? 2 + 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 + 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ആണ്. അപ്പോൾ അത് ഈക്വൽ ടു 9 ആയി. അത് നമ്മുടെ ടാർഗറ്റിനോട് ഈക്വലായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ഈ ഒരു ഐയും ജെയും റിട്ടേൺ ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ്സ് സപ്പോസ് ഇതിപ്പോൾ ഇങ്ങനെ ആയിരുന്നു എന്ന് വിചാരിച്ചോ. അതായത് ഇവിടെ ആയിരുന്നു 7, ഇവിടെ ആയിരുന്നു 2 എന്ന് വിചാരിച്ചോ. അങ്ങനെ ആയിരുന്നു എന്ന് വിചാരിച്ചോ. എന്നിട്ട് സോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ആവും. സോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ റിട്ടേൺ ചെയ്യണം എന്താണ്? ഇതിന് ഇൻഡീസസ് ആണ്. പക്ഷേ ഇൻഡീസസ് റിട്ടേൺ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇൻഡീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 0ഉം ഇത് 1ഉം ആണ്. പക്ഷെ ശരിക്കും അങ്ങനെ ആയിരുന്നു അല്ല. ശരിക്കും 2ൻ്റെ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആയിരുന്നു. പക്ഷേ ഇവിടെ 2ൻ്റെ ഇൻഡെക്സ് പറഞ്ഞാൽ 0 ആയി. സോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇൻഡെക്സസ് അങ്ങോട്ട് മാറും. സോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇൻഡെക്സസ് അങ്ങോട്ട് മാറും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സോർട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഈ സോർട്ട് ചെയ്യുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഇൻഡെക്സസ് നമ്മൾ എന്ത് ചെയ്യണം? പ്രിസർവ് ചെയ്യണം. അത് നമ്മൾ സ്റ്റോർ ചെയ്യണം. അപ്പോൾ നമ്മൾ സാധാരണ ഒരു അറേറ്റ്, അതായത് ഒരു 1 ഡയമെൻഷണൽ അറേറ്റ് സോർട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ 2 ഡയമെൻഷണൽ അറേറ്റ് നമ്മൾ സോർട്ട് ചെയ്യും. നമ്മളങ്ങനെ സെറ്റ് ചെയ്യും 2 ഡയമെൻഷണൽ അറേറ്റ്. അങ്ങനെ സെറ്റ് ചെയ്യുന്നതിന് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക? സോർട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അതിന് ഇൻഡെക്സ് വാല്യൂ കൂടി നമുക്ക് അതിൽ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? പിന്നെ ഇൻഡെക്സ് വാല്യൂ റിട്ടേൺ ചെയ്താൽ മതി. പിന്നെ വേറെ ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇൻഡെക്സ് റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ ആയാലും ഐ ചെയ്യുന്നുള്ള ഒരു ഇതിലെ ഓർഡറിലോ റിട്ടേൺ ചെയ്യുക. അപ്പം അങ്ങനെ റിട്ടേൺ ചെയ്യുമ്പോൾ ഇപ്പോൾ ഐ ജെ ഇത് 0 ആണ്, ഇത് 1 ആണ്. പക്ഷേ ശരിക്കും നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞാൽ 2 ഡയമെൻഷണൽ അറേറ്റ് നമ്മൾ ഇതാക്കുക. 2 ഡയമെൻഷണൽ എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ വരും. അതായത് ഇങ്ങനത്തെ ഒരു അറേറ്റാണ് നമ്മൾ എന്ത് ചെയ്യുക? സെറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് സോർട്ട് ചെയ്യും. ഈ കിട്ടിയ ഈ ഒരു സംഭവം ഉണ്ട്, നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു സംഭവം പിന്നെ സോർട്ട് ചെയ്യും. അപ്പോൾ സോർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു 11 ഇങ്ങോട്ടും 15 ഇങ്ങോട്ടും വരും. പക്ഷേ അതിനൊപ്പം തന്നെ ഇൻഡെക്സും അങ്ങോട്ടും മാറും. അതായത് ഇങ്ങനെ വരും. സോർട്ട് ചെയ്ത് കഴിയുമ്പോൾ 11 ഇവിടെ വരും. ഇവിടെ വരും. 2 3 അങ്ങനെ വരും. അങ്ങനെ സോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ രീതിയിലാവും വരിക. അതായത് ആ ഒരു ഇൻഡെക്സ് അങ്ങോട്ട് മാറും. പക്ഷേ ഇതിങ്ങനെ എന്നിട്ട് നമ്മളിത് റിട്ടേൺ ചെയ്യുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ കിട്ടേണ്ട ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 16 ആയിരുന്നു എന്ന് വിചാരിച്ചോ. ടാർഗറ്റ് 16 ആയിരുന്നെങ്കിൽ അല്ല 16 22 ആയിരുന്നു വിചാരിച്ചോ. ടാർഗറ്റ് 26 ആയിരുന്നെങ്കിൽ അപ്പോൾ നമുക്ക് ഈ 2 നമ്പർ കൂട്ടി കഴിഞ്ഞാൽ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഐ ഇവിടെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക, നമ്മളെ ജെ ഇവിടെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ മറ്റേ ഇതിൽ പറഞ്ഞ ലാസ്റ്റ് ഒരു കണ്ടീഷനാണ്. ഇതിൽ പറഞ്ഞ ലാസ്റ്റത്തെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ലാസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ദ നമ്പർ വിത്ത് സ്മോളർ ഇൻഡെക്സ് ഫസ്റ്റ്.
റിട്ടേൺ ദ ഇൻഡെക്സ് വിത്ത് ദ സ്മോളർ ഇൻഡെക്സ് ഫസ്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഇൻഡെക്സ് റിട്ടേൺ ചെയ്യുമ്പോൾ ഇതിൽ ഇപ്പോൾ 3യും 2 ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ എപ്പോഴും ഇങ്ങനെ ഇപ്പോൾ നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഉള്ള റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക, നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടാവുക ഇങ്ങനെയാവും. അതായത് ഐയും ജെയും റിട്ടേൺ ചെയ്യുക, അപ്പോൾ 3യും 2 റിട്ടേൺ ആവും. പക്ഷേ നേരെ വെച്ച് നമ്മൾ ഇങ്ങനെ റിട്ടേൺ ചെയ്യേണ്ടത് എന്ത്, 2 ഫസ്റ്റ് വരണം, 3 പിന്നെ വരണം. സ്മോളസ്റ്റ് ഇൻഡെക്സ് ഏതാണ് അത് ഫസ്റ്റ് വരണം, പിന്നെ വലിയ ഇൻഡെക്സ് വരണം. ആ രീതിയിൽ നമ്മൾ റിട്ടേൺ ചെയ്യണം. അപ്പോൾ നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ രണ്ടെണ്ണത്തിൽ ചെറുത് ഏതാണോ അത് ആദ്യം കൊടുക്കും, വലുത് ഏതാണോ അത് രണ്ടാമത് കൊടുക്കും. അങ്ങനെ നമ്മൾ റിട്ടേൺ ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഭവം നടക്കുന്നത്. ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കണം ഈ ഒരു സോർട്ടിങ് മെത്തേഡിൽ. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി നോക്കുകയാണെങ്കിൽ ഇതിന് ടൈം കോംപ്ലക്സിറ്റി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് n log n ആവും. കാരണം n log n നമുക്ക് ഇത് സോർട്ട് ചെയ്യാൻ ടൈം, ഇത് ഈ ഒരു അറേ സോർട്ട് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് n log n. പിന്നെ അത് ട്രാവേഴ്സ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ട്രാവേഴ്സ് ചെയ്യും, ഓരോ വെച്ച് നോക്കും. അതായത് ഇത് ടാർഗറ്റിനായിട്ട് ഈക്വൽ ആവണമെന്ന് നമ്മൾ മൊത്തത്തിൽ നോക്കും. ഇപ്പോൾ വേഴ്സ്റ്റ് കേസിൽ നമുക്ക് n log n ആവും നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി വരിക. പിന്നെ സ്പേസ് കോംപ്ലക്സിറ്റി വരിക എന്ന് പറഞ്ഞാൽ ഓഫ് n ആവും ഇതിൻ്റെ സ്പേസ് കോംപ്ലക്സിറ്റി വരിക. അടുത്ത നമുക്ക് ഇതിൻ്റെ കുറച്ചുകൂടി ഒപ്റ്റിമൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചിലേക്ക് പോവാം, ഹാഷ് മാപ്പ്. ഈ ഒരു അപ്രോച്ചിൽ പോകണമെങ്കിൽ നമുക്കൊരു ചെറിയൊരു കാര്യം പറയാനുണ്ട്. അതായത് ഇപ്പോൾ ടാർഗറ്റ് നമ്മൾ 9 ആണെന്ന് വിചാരിച്ചോ, നമുക്ക് 2 എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട്. ജസ്റ്റ് ഒരു മാത്തമാറ്റിക്കൽ സാധനം പറയാം. ഇപ്പോൾ 2 എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അതായത് 9 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 + 7 ആണ്. 9ൻ്റെ രണ്ട് 9 നമ്മളൊരു രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2ഉം 7ഉം കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഈ 9ൽ നിന്ന് 2 കുറച്ച് എന്ന് വിചാരിച്ചോ, 9ൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 7 കിട്ടും. 9ൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 7 കിട്ടും. 9ൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ 7 കിട്ടും. അതേപോലെ തന്നെ 9ൽ നിന്ന് 7 കുറച്ച് നമുക്ക് എന്ത് കിട്ടും, 2 കിട്ടും. ഇത് കുറച്ച് ഇത് കിട്ടും, ഇത് കുറച്ച് ഇതും കിട്ടും. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇതിൻ്റെ ഇടയിലുണ്ട്. നിങ്ങൾക്ക് അറിയണ്ടാവും, പക്ഷേ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോണത്. അത് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂട്ടി കഴിഞ്ഞാൽ കിട്ടുന്ന സാധനമാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഈ രണ്ട് നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഇത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇതും കിട്ടും, ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇതും കിട്ടും. അപ്പോൾ അങ്ങനെ റിലേഷൻഷിപ്പ് ഈ രണ്ട് നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന സാധനത്തിൽ നിന്ന് നമുക്ക് കിട്ടും, അത് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സിമ്പിൾ മാത്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ സോൾവ് ചെയ്യാൻ പോണത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഈ നമ്പേഴ്സൊക്കെ എടുത്തിട്ട് കീ വാല്യൂ പേയേഴ്സ് ആയിട്ട് നമ്മൾ എടുത്തിലിടും. ഹാഷ് മാപ്പിൽ പറഞ്ഞാൽ കീ വാല്യൂ പേയേഴ്സ് ആവും. അപ്പോൾ ഇതിലത്തെ നമ്മൾ കീ എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക, വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡെക്സ് ആവും. അതായത് കീ നമ്മൾ യൂസ് ചെയ്യുന്ന കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാല്യൂ, ഈ നമ്പേഴ്സ് ആവും അതിൻ്റെ വാല്യൂ. അതായത് കീ വാല്യൂ ഈ ഒരു പെയറിലാവുമല്ലോ അത് കിടക്കുക. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡെക്സ് ആവും. ഈ നമ്പർ ഇതിൻ്റെ ഇൻഡെക്സ് 0, 1, 2, 3 ആ ഇൻഡെക്സ് ആവും. അപ്പോൾ ജസ്റ്റ് ഒരു ട്രാവൽസിൽ നമുക്ക് നടത്താം. ആദ്യം നമ്മൾ 2ലേക്ക് എത്തും. ആദ്യം നമ്മൾ 2ലേക്ക് എത്തി. 2ലേക്ക് എത്തുമ്പോൾ എന്താണ്, 2ഉം 0ഉം ഇടും. പിന്നെ നമ്മൾ 7ലേക്ക് എത്തി, 7ഉം 1ഉം ഇടും. പിന്നെ നമ്മൾ 15ലേക്ക് എത്തി, 15ഉം 11ഉം ഇടും. പിന്നെ നമ്മൾ 11ലേക്ക് എത്തി, 15ഉം 2 ഇടും. പിന്നെ നമ്മൾ 11ലേക്ക് എത്തി, 11ഉം 3 ഇടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, എന്നിട്ട് നമ്മൾ രണ്ടാമത് ഒന്നുകൂടി ട്രാവേഴ്സിൽ ചെയ്യും. രണ്ടാമത് നമ്മൾ ഈ ഒരു ഇതിൽ ട്രാവേഴ്സ് ചെയ്യും. അതായത് ഈ ഒരു എന്താണ് പറയുക, ഈ ഒരു ഹാഷ് മാപ്പിൽ നമ്മൾ ട്രാവേഴ്സ് ചെയ്യും. രണ്ടാമത് നമ്മൾ നോക്കുമ്പോൾ എന്ത് നോക്കും, 2. ആദ്യം 2ലെത്തി, ഈ 2ൽ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു 2 9ൽ നിന്ന് മൈനസ് ചെയ്യും. ഈ ഒരു 2 9ൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 7 കിട്ടും. ഇതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 7 കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഓർമ്മ ഉണ്ടാവും, അതായത് 9ൻ്റെ രണ്ട് പാർട്ടികൾ, ഇപ്പോൾ രണ്ട് ഘടകമാണ് എന്ത്, 7ഉം 2ഉം. അപ്പോൾ നമ്മൾ 2 നോക്കി, അതേപോലെ തന്നെ 7 നോക്കി. ഇപ്പോൾ ഇത് വർക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ട്രാവേഴ്സിൽ തുടങ്ങാം. 2 എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ഥലത്തെത്തി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു 2 നമ്മുടെ ടാർഗറ്റിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ 7 കിട്ടും. അപ്പോൾ ഈ 7 എന്ത് ചെയ്യുന്നുണ്ടോ നമ്മൾ നോക്കും. ഈ ഒരു കീ വാല്യൂ പെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാണ് സംഭവം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ കൺവേർട്ട് ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഇതിലുണ്ടോ എന്ന് നോക്കും. നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാണ്ട്, ഇവിടെ 7 എന്ന് പറഞ്ഞിട്ട് നമ്പർ കാണാണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ഉറപ്പിക്കാം, ഓക്കെ ഇതാണ് 7. പക്ഷേ 7 എല്ലാം നമ്മൾ റിട്ടേൺ ചെയ്യുക, ഈ ഒരു ഇൻഡെക്സ് നമ്മൾ റിട്ടേൺ ചെയ്യുക. അപ്പോൾ നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ എന്തൊക്കെ റിട്ടേൺ ചെയ്യും, നമ്മൾ ഇപ്പോഴത്തെ ഐ റിട്ടേൺ ചെയ്യും. അതേപോലെ തന്നെ ഈ ഒരു വാല്യൂ, ഇതിൻ്റെ ഈ ഒരു കീ വാല്യൂ റിട്ടേൺ ചെയ്യും. ഈ വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടും, വാല്യൂ ഇപ്പോൾ ഈ ഒരു ഇതിൻ്റെ പേര് ഹാഷ് മാപ്പ് എന്നായിരുന്നെങ്കിൽ, ഇപ്പോൾ ഹാഷ് മാപ്പ്
ഓഫ് ഇപ്പോൾ 7 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഇത് നമ്മൾ ഡിഫറൻസ് എന്നുള്ളൊരു ഇതിലാവും ഇട്ടുണ്ടാവുക. അതായത് ഡിഫറൻസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് 7 കിട്ടുക. അപ്പോൾ ആ ഒരു ഹാഷ് മാപ്പിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു കീ നമ്മളിവിടെ യൂസ് ചെയ്തു. കീ ആണ് നമ്മൾ 7 എന്നാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ 7 നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ വരിക, അതായത് 0 1 എന്ന് വരും. നമ്മൾ ith ഇൻഡെക്സ് 0, അതുപോലെ 7 എന്നുള്ള കീ യൂസ് ചെയ്തിട്ട് കിട്ടുന്നത് ഇൻഡെക്സ് 1. അപ്പോൾ 0 1 എന്ന് പറഞ്ഞിട്ടുള്ള സാധനം കിട്ടും നമുക്ക്. എന്നിട്ട് ഇത് റിട്ടേൺ ചെയ്യും. അപ്പോൾ അത് വർക്കാവും. അങ്ങനെയാണ് ഇതിൻ്റെ ഈ സംഭവം നടക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒപ്റ്റിമൽ മെത്തേഡിലേക്ക് വരാം. ഇതാണ് ഇതിൻ്റെ ഒപ്റ്റിമൽ മെത്തേഡ്. ഹാഷ് മാപ്പ് യൂസിങ് 1 പാസ്. ഒറ്റ പാസ്സിൽ നമുക്ക് എന്ത് ചെയ്യും? പരിപാടി മൊത്തം കഴിയും. അപ്പോൾ എന്നാൽ കഴിഞ്ഞതിൽ 2 പാസ് ഉണ്ടാകും. നമ്മൾ ആദ്യം അറ ഉണ്ടാക്കാനൊരു പാസ്, പിന്നെ അതിൽ ചെക്ക് ചെയ്യാൻ രണ്ടാമത്തെ പാസ്. ഇനി നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാം. അത് സംഭവം അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, പക്ഷെ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഡ്രൈ റൺ നടത്തുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അതിൻ്റെ കാര്യം ക്ലിയർ ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാഷ് മാപ്പ്. ഇതിൻ്റെ ജസ്റ്റ് ഒരു ഹാഷ് മാപ്പ് എന്നുള്ള പേരിട്ടെന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഹാഷ് മാപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു ഇത് പറയാം, തോട്ട് പ്രോസസ് പറയാം. നമ്മൾ ഈ 2 എന്നുള്ള നമ്പർ എടുക്കും. 2 എന്ത് ചെയ്യും? 9 നിന്ന് മൈനസ് ചെയ്യും. അപ്പോൾ നമുക്ക് 7 കിട്ടും. 7 എന്നുള്ള സംഭവം നമ്മൾ ഹാഷ് മാപ്പിൽ ഉണ്ടോ നോക്കും, ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 2 ഇതിലേക്ക് ആഡ് ചെയ്യും. നമ്മൾ 2 ഇതിലേക്ക് ആഡ് ചെയ്ത് അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഇൻഡെക്സ് നമ്മൾ ആഡ് ചെയ്യും. 0 നമ്മൾ ആഡ് ചെയ്ത് അത് കഴിഞ്ഞ് നമ്മൾ 7ലേക്ക് എത്തും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? 7 9 നിന്ന് മൈനസ് ചെയ്യും. 7 9 നിന്ന് മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? നമുക്ക് 2 എന്ന് കിട്ടി. എന്നിട്ട് ഈ 2 ഇതിലുണ്ടോ നോക്കും. 2 ഇതിലുണ്ടോ നോക്കുമ്പോൾ ഉണ്ട്. 2 ഇതിലുണ്ട്. അപ്പോൾ എന്ത് മനസ്സിലായി നമുക്ക്? ഓക്കെ, ഈ 7ൻ്റെ മുന്നേ എവിടെ 2 ഉണ്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു 7 നിൽക്കുന്ന ഈ ഒരു ഇൻഡെക്സും അതേപോലെ തന്നെ ഈ 2ൻ്റെ ഈ ഒരു ഇൻഡെക്സും, 7 നിൽക്കുന്നത് ഇവിടെ ആണെങ്കിൽ 2, അതേപോലെ തന്നെ 2ൻ്റെ ഈ ഒരു ഇൻഡെക്സ് ഉണ്ടല്ലോ, ഈ രണ്ട് നമ്മൾ എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്യും. അപ്പോൾ റിട്ടേൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0യും 1 എന്ന് കിട്ടും. നമ്മൾ ആദ്യം നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹാഷ് മാപ്പിലുള്ള സാധനമാണ്. കാരണം നമ്മൾ ഇവിടെ ഹാഷ് മാപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റത്തെ നമ്പറുകൾ നമ്മൾ കാണുന്ന നമ്പറുകളൊക്കെ നമ്മൾ ഇതിലിങ്ങനെ ആഡ് ചെയ്ത് പോകും. പിന്നെ നമ്മൾ കാണുന്ന എലമെൻറ്റ്സ് എന്ത് ചെയ്യും? അതിനായിട്ട് കൂടുതലാവും ഉണ്ടാവുക, അതിന് ഇൻഡെക്സ്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ടൈം കോംപ്ലക്സിറ്റി നോക്കുകയാണെങ്കിൽ സെയിം ആണ്, നേരത്തെ സെയിം സംഭവം തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആവും. നമ്മൾ നേരത്തെ 2 പ്രാവശ്യം ട്രാവേഴ്സ് ചെയ്ത്, പക്ഷെ ഇവിടെ നമ്മൾ ഒറ്റ പ്രാവശ്യം ട്രാവേഴ്സ് ചെയ്യണുള്ളൂ. ഓഫ് എന്നും അതേപോലെ തന്നെ സ്പേസ് കോംപ്ലക്സിറ്റി നമ്മൾ എക്സ്ട്രാ ഒരു ഹാഷ് മാപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഓഫ് എൻ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒപ്റ്റിമൽ അപ്രോച്ച്. നമുക്കിതിൻ്റെ കോഡ് നോക്കാം എങ്ങനെയാണ്. നമ്മൾ ആദ്യം ഹാഷ് മാപ്പ് ഡിക്ലെയർ ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൂപ്പ് റൺ ചെയ്യാം. അതേപോലെ തന്നെ എൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഇതിൽ എന്യൂമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ എന്നുള്ള സംഭവം എടുത്ത്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എന്നിട്ട് നമ്മൾ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ടാർഗറ്റ് മൈനസ് എൻ. ടാർഗറ്റിൽ നിന്ന് ഇപ്പോഴത്തെ നമ്പർ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഡിഫറൻസ്. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യും ഈ ഡിഫ് എന്തിലുണ്ടോ നോക്കും. നമ്മൾ ഈ ഒരു പ്രീവിയസ് മാപ്പിലുണ്ടോ നോക്കും. പ്രീവിയസ് മാപ്പിൽ ഉണ്ടെങ്കിൽ, അതായത് പ്രീവിയസ് മാപ്പിൽ നമ്മൾ ഡിഫ് എന്നുള്ള ഈ സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ തന്നെ റിട്ടേൺ ചെയ്യും, ഡയറക്റ്റ് റിട്ടേൺ ചെയ്യും. ഈ ഒരു പ്രീവിയസ് മാപ്പിലത്തെ ആ ഒരു ഇതും വാല്യൂവും അതേപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മളെ ഐയും റിട്ടേൺ ചെയ്യും. എന്നാൽ അതിലില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയാണ് നമ്മൾ പ്രീവിയസ് മാപ്പിൽ ഒരു എൻട്രി ഉണ്ടാക്കും. അത് നമ്മൾ നമ്പർ വെച്ചിട്ടാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അതിൻ്റെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോഴത്തെ ട്രാവൽസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഇൻഡെക്സ് ആവും. നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. യെസ്, റണ്ണാവുണ്ട്. സബ്മിറ്റ് കൊടുത്തുക. യെസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ. നിങ്ങൾക്ക് ബാക്കിയുള്ളതിൻ്റെ കോഡ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സ് പറഞ്ഞാൽ മതി.